ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ക്രൈസ്തവ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാതെ അവരെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് നീങ്ങുകയാണ്. അക്രമികളെ പൂർണ്ണമായി വിട്ടയച്ച പോലീസ് ആക്രമണത്തിനിരയായവർക്കെതിരെ കേസെടുത്ത വിചിത്രമായ നീക്കമാണ് നാം കണ്ടത്. പോലീസിനെ പൂർണ്ണമായും സംഘപരിവാറിന്റെ അണികളാക്കി മാറ്റി ന്യൂനപക്ഷ വേട്ട തുടരുന്നതിനെതിരെ ഇടത് എംപിമാർ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഉപയോഗിച്ച് അധികാരത്തിലെത്തിയ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വാ തുറക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഘടിതാക്രമണങ്ങൾക്കെതിരെ ഭരണാധികാരികൾ എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്ന ചോദ്യത്തിന് ഭരണാധികാരികൾ മറുപടി പറഞ്ഞേ മതിയാകൂ. ഛത്തീസ്ഗഡിന് പിന്നാലെ ഒഡീഷയിൽ 70ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് മതപരിവർത്തനം ആരോപിച്ച് വൈദികരെയും കന്യാസ്ത്രീകളെയും കയ്യേറ്റം ചെയ്തത്. ആക്രമിക്കപ്പെട്ട 2 വൈദികർ മലയാളികളാണ്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമം തുടർക്കഥയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില കണക്കുകൾ കൂടി നോക്കാം. 2.5 വർഷത്തിനിടെ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടന്നത് 2000ഓളം ആക്രമണങ്ങൾ. 2025 ജനുവരി മുതൽ ജൂൺ വരെ രാജ്യത്ത് 378 ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത്. അതായത് 2025 മാത്രം പ്രതിദിനം 2 ആക്രമണങ്ങൾ. ഓഗസ്റ്റ് 6 ഒഡീഷയിൽ നടന്നത് ഈ വർഷത്തെ 379ാമത്തെ ആക്രമണം. 2014 127 ആയിരുന്ന വാർഷിക കേസുകൾ 2024 834 വർദ്ധിച്ചിരിക്കുന്നു. ഇതിൽ ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങളാണ് വലിയ രീതിയിൽ വേട്ടയാടലിന് വിധേയമായിരിക്കുന്നത്. 2023 മാത്രം രാജ്യത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത് 734 തവണ. എന്നാൽ 2024 നടന്ന 834 അതിക്രമങ്ങളിൽ കേസെടുത്തത് കേവലം 17 എണ്ണത്തിൽ മാത്രം. നിയമവ്യവസ്ഥയും സംരക്ഷണ കേന്ദ്രങ്ങളും അനുകൂല സമീപനം സ്വീകരിക്കില്ല എന്ന ഉറപ്പുള്ളതിനാൽ പല കേസുകളും റിപ്പോർട്ട് പോലും ചെയ്യപ്പെടുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് കഴിഞ്ഞ 6 മാസത്തിനിടെ ഇത്രയും അക്രമങ്ങൾ തുടരെ ഉണ്ടായിട്ടും യാതൊരു നടപടിയും പ്രതികൾക്കെതിരെ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ആസൂത്രിതമായി തന്നെ അവർക്ക് വേണ്ട വളം BJP സർക്കാർ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്.